10 വർഷമായി KPPയുടെ അനുഭാവിയാണ്. കയ്യിലുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ വലിച്ചെറിഞ്ഞാണ് ശ്യാമള പോലീസിനെ ധീരമായി നേരിട്ടത്. കണ്ടാ ഫേമസ് ആയത് കണ്ടാ, നമ്മളെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടാ. ചെറിയൊരു ചതവേ ഉള്ളൂ, ഈ കെട്ടിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷേ എനിക്കും എന്റെ പാർട്ടിക്കും ഇത് ആവശ്യമുണ്ട്. ചേച്ചി, പത്രക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു ഇന്റർവ്യൂ കൊടുക്കണം. കറിക്കേ. ഇത് എവിടെ തുള്ളിച്ചാടിക്കൊണ്ട് പോണത്? അങ്ങനെയല്ല, ഫുൾ ആവശ്യത. അതെ അതെ അതെ. പിന്നെ സംസാരമല്ല അച്ചടി ഭാഷയായിരിക്കണം. വീട്ടിലെ പോലെ കൂറ വർത്താനം ഒന്നും പറയരുത്. ഇരിക്കും. അങ്ങനെ റെഡി. ഇടയ്ക്കിടയ്ക്ക് എന്റെ പേരും പറയണം. എടാ പപ്പ, പെട്ടെന്നൊരു എടുത്തിയാട്ടത്തിന് നീ പറഞ്ഞതുപോലൊക്കെ ചെയ്തു. ഇപ്പൊ പേടിയാവുന്നടാ പപ്പ. പേടി ഉള്ളിടത്ത് ജയം ഉണ്ടാകില്ല ചേച്ചി. ചേച്ചി, നാം നേടിയത് വല്ലതും നാം കൊണ്ടുവന്നതാണോ? കൊറേ മലക്കറി ഞാൻ രാവിലെ മേടിച്ചോണ്ട് വന്നതാ, അതൊക്കെ റോഡിൽ കളഞ്ഞല്ലോടാ. മിണ്ടാതിരി ചാമള ചാച്ചി. ഒരു മന്ത്രിയാകാൻ നടക്കുന്ന എന്റെ കഷ്ടപ്പാട്. അയ്യോ തമ്പുരാനെ, എന്നെ കാണാൻ ഇത്രയും പത്രക്കാരോടാ. ചേച്ചി, ഇപ്പൊ പത്രങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ എണ്ണം കൂടി. അപ്പൊ ഏതും വാർത്തയാകും അറിയാലോ. തകർത്തൊഴണം. അവശത. കണ്ട, എന്റെ അനുഭാവി KPP പ്രവർത്തക ശ്യാമളയെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ചത് കണ്ട. എന്താണ് സംഭവിച്ചത്? കര 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 പറയാനല്ല, കരയാൻ. ചേച്ചി കരയരുത്. ചേച്ചി KPPയുടെ ധീരയായ പ്രവർത്തകയാണ്. തോക്കിനും ലാത്തിക്കൊന്നും KPP എന്ന സംഘടനയെ തോൽപ്പിക്കാനാവില്ല. നടന്ന സംഭവം വിവരിക്കാമോ? വിവരിക്കാം. ഒരു സ്ത്രീയെ പോലീസ് വളരെ പൈശാചികമായി, നിഷ്ഠൂരമായി, അതിക്രൂരമായി, ദാരുണമായി മർദ്ദിച്ചു, തെരുവിൽ വലിച്ചിഴച്ചു. പക്ഷേ ഞാൻ കരഞ്ഞില്ല. കാരണം എന്നെ പോലെ 10,000-കണക്കിന് സഹോദരിമാർ നിത്യവും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സ്ഥാനത്ത് ഞാൻ, അത്രേ ഉള്ളൂ. പോലീസിന്റെ തല്ലുകൊണ്ടപ്പോ പൊട്ടിയതെന്റെ തലയല്ല, സ്ത്രീ സമൂഹത്തിന്റെ അഭിമാനമാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ പോലീസ് അതിഭീകരമായി മർദ്ദിച്ചിട്ടും ഇവിടുത്തെ കളക്ടർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാണോ സ്ത്രീത്വത്തിന്റെ വില? നമ്മൾ പൊതുജനങ്ങളുടെ കാശെടുത്തിട്ടല്ലേ കളക്ടർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്? ഇവർക്കാർക്കും സ്ത്രീകളുടെ വേദന എന്തെന്നറിയില്ല. സ്ത്രീകൾക്ക് ഇവിടെ എന്ത് വിലയാണുള്ളത്? ഇന്നത്തെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാൻ സ്ത്രീകളോട് സംസാരിക്കണം. ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം ചെയ്താൽ സ്ത്രീ കുടുംബത്തിന് പുറത്ത് അവളെ പിന്നെ ഒറ്റപ്പെടുത്തുകയാണ്. അവൾക്കൊന്നും സ്വപ്നം കാണാൻ പാടില്ല. മകനെ അമേരിക്കയിലേക്ക് അയക്കണമെന്നൊരു അമ്മ ആഗ്രഹിച്ചു പോയാൽ ഉടനെ അവൾ അഹങ്കാരിയായി. വലിയ വീട്ടിൽ താമസിക്കുന്ന കളക്ടർമാർക്ക് ചെറിയ വീട്ടിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരെ പുച്ഛമാണ്. നല്ല പ്രസംഗം, പക്ഷേ കളക്ടറെ കുറിച്ച് മാത്രം പറയുന്നുണ്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്ത്രീയെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. അവളുടെ പുറകിലൊരു ശക്തിയായി ഭർത്താവും മകനുമുണ്ടെങ്കിൽ ഒരാൾക്കും, എന്തിന് കളക്ടർക്ക് പോലും തോൽപ്പിക്കാൻ പറ്റില്ല. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയല്ല. എനിക്കതേ പറയാനുള്ളൂ. ഇതെന്തോന്ന് സ്പീച്ച്? ചേച്ചിയുടെ യഥാർത്ഥ സ്പീച്ച് കേൾക്കണം. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് വേണം. അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചായ വരുത്തി തരാം. അർത്ഥണിഞ്ഞൂടാതെ ഒന്നും പണയല്ലേ. അടുത്ത 3 ദിവസം ഞങ്ങൾ ഫോളോ അപ്പ് സ്റ്റോറി ചെയ്യും. ശരി. അതെന്തുവാ? നമുക്ക് ദോഷം വരുന്ന കാര്യമൊന്നും. ശരി ശരി. ഇതിനെ സഹിക്കുന്ന പാട്. അതെ, അവരൊന്നും പോയിട്ടില്ല. എഴുന്നേറ്റ് ഓടിക്കളയരുത്, പറഞ്ഞേക്കാം. നീയൊക്കെ എന്തിനാ എന്റെ പുറകെ തള്ളിക്കൊണ്ടുവരുന്ന? പോയി പ്രതിഷേധ പ്രകടനം നടത്താൻ. അങ്ങോട്ട് പോകലടാ, അത് പ്രസവമാടാ. നിന്നെ വെട്ടിപ്പൊളന്ന് അവിടെ വയ്ക്കും. ഇങ്ങോട്ട് പോ. നീ അടി കൊള്ളാൻ നേരത്തെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, യെസ്. വാസ്തവത്തിൽ മാഡത്തിന്റെ തലയിൽ എന്തെങ്കിലും മുറിവുണ്ടോ? പിന്നെ ആഴത്തിലുള്ള മുറിവല്ലേ? ഒളി ക്യാമറ ചാനലുകാരിയാ മിണ്ടാന്ന് കണ്ട. അടച്ചുപിടി. അത്രയ്ക്ക് ആഴവേറിയ മുറിവാണോ? പിന്നെ 1.5 കിലോമീറ്റർ താഴ്ചയല്ലേ? ഇതിലൂടെയല്ലേ ഡോക്ടർ കുടലെല്ലാം എടുത്ത് പുറത്തിട്ടത്? ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ചോദ്യത്തിന് മറുപടിയാ കുട്ടി കുടൽ. അതല്ല എന്റെ ക്വസ്റ്റ്യൻ. എന്ത് ക്വസ്റ്റ്യൻ ആയാലും ആൻസർ കുടലാ കുട്ടി. എല്ലാം കവർ ചെയ്തല്ലോ. എന്താ ആകാശ്? അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ കവർ ചെയ്യാമെന്ന ശ്യാമള എന്റെ അമ്മയാ. അമ്മയ്ക്കോ? ഹേയ്, കുഴപ്പമൊന്നുമില്ല. ആകാശല്ലേ, ഒക്കെ മനസ്സിലാവും. സംഭവിച്ചതെല്ലാം ഒരു തോന്നൽ പോലെ തോന്നുക. സംഭവിച്ചതെല്ലാം നല്ലതിനാ. ഇനി സംഭവിക്കാൻ ഇരിക്കുന്നത് നല്ലതിനാ. ശ്യാമേ, പ്രകാശ, KPPക്ക് എനിക്ക് ഇപ്പൊ ഭയങ്കര പേരല്ലേ. ശ്യാമളെ, ശ്യാമളെ, അമ്മേ, എന്താ ഇത്? ഇത് ആപ്പിള്, ഇത് മുന്തിരി, ഇത് ഓറഞ്ച്. ഇതൊന്നും ചേട്ടൻ അറിഞ്ഞൂടെ? എന്താ പറ്റിയേ? ഒന്നുമില്ല വസുട്ടാ, ചുമ്മാ.
സാറേ ഇതിനകത്തൊന്നുമില്ല, കംപ്ലീറ്റ് വച്ചിട്ട്. അപ്പൊ എല്ലാവരും അഭിനയമായിരുന്നു അല്ലേ? ആ മതി, എഴുന്നേക്ക്. പറ്റില്ല. ഈ തല്ലുകൊണ്ട് കിടക്കുന്നത് വെറും സ്ത്രീയല്ല, വനിതയാണ്. വനിത, ധീര വനിത. ഇന്നൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? ശ്യാമേ, നിക്ക് ഞാൻ പറയാം. വാസുട്ടാ, ഇപ്പോഴെനിക്ക് ആ കളക്ടറെക്കാളും പേരുണ്ട്. ഒക്കെ ഇവരുടെ ഒരു സഹായം കൊണ്ടാ. അപ്പൊ തിരിച്ച് അങ്ങോട്ടും നമ്മൾ സഹായിക്കണ്ടേ? ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ പോവാം. കൊല്ലംകാവിനൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ. അമ്മത്തെ ഒരുമാതിരി വാസുട്ടാ എന്താ വാസുട്ടാ? അവൾക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ, ദേഹമൊക്കെ ഒന്ന് ഒലഞ്ഞല്ലേ. ഒരു ദിവസം കിടക്കട്ടെ. എന്റെ അച്ഛൻ പോട്ടടാ. 92.7 ബിഗ് എഫ്എമ്മിൽ കിടിലം ഫിറോസ് നിങ്ങളുടെ കൂടെയുണ്ട്. അതെ, സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലേക്ക് പോകണ്ട കേട്ടോ. അവിടെ ഭയങ്കര കലിപ്പ. ശ്യാമള എന്നൊരു സാധാരണക്കാരിയായ സ്ത്രീക്ക് മർദ്ദനമേറ്റത്രേ. അപ്പൊ അത് മാറ്റണം. വണ്ടി ഒന്ന് തിരിച്ചു വിട്ടോളൂ. ഓഫിയടോ, ബന്ധുവാര് ശത്രുവാര്. ചൂടുള്ള വാർത്ത. സെക്രട്ടറി നിറയിൽ വീട്ടമ്മയെ പോലീസ് മർദ്ദിച്ചു. ചൂടുള്ള വാർത്ത. വീട്ടമ്മയെ പോലീസ് മർദ്ദിച്ചു. സെക്രട്ടറി നിറയിൽ നമ്മുടെ ചേച്ചിയുടെ അല്ല, ശത്രുവിന്റെ വാർത്ത. ഒരു പത്രം ഞാൻ മുഴുവൻ വാങ്ങിച്ചോ. സാറേ, എല്ലാത്തിലും ഒരു വാർത്ത തന്നെ. ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു. അയ്യോ, കൊണ്ടുവാ. അയ്യോ, സാറിന് കീറിയ പേപ്പറായിരുന്നു ആവശ്യം. ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് നടയിൽ കെ പി ശ്യാമള എന്ന വീട്ടമ്മ മർദ്ദനമേറ്റ് വീഴുന്നതിന്റെയും ആശുപത്രിയിൽ കിടക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും പ്രമുഖ വനിതാ സംരക്ഷണ പ്രവർത്തക സുമലത ദേവി നമ്മോടൊപ്പം ഹോട്ട് അവറിൽ ചേരുന്നു. പച്ചക്കറി വാങ്ങി മടങ്ങിയ ശ്യാമളയ്ക്കേറ്റ മർദ്ദനം സ്ത്രീപക്ഷത്തിനേറ്റ മർദ്ദനമാണ്. ഒരു സാധാരണ സ്ത്രീയെ കാക്കിയിട്ട കാപാലികർ സെക്രട്ടേറിയറ്റ് നടയിൽ തല്ലിച്ചതച്ചത് മലയാളി ഒരിക്കലും നിസ്സംഗതയോടെ കണ്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അതെങ്കി തന്നെ ഞാൻ ഓഫ് ചെയ്യട്ടെ. ഞാനൊന്ന് കണ്ടോട്ടെ, നല്ല രസം. നിങ്ങൾക്കും പ്രതികരിക്കാം. ശ്യാമള വാസുദേവനെ തല്ലിച്ചതച്ച ഗവൺമെന്റ് അതിന്റെ ദയാരഹിതമായ മുഖം വീണ്ടും വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം അതെ എന്നാണെങ്കിൽ എസ് എന്നും അല്ല എന്നാണെങ്കിൽ നോ എന്നും ടൈപ്പ് ചെയ്ത് SMS അയക്കുക. തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് സമ്മാനം. ഒരു സെലിബ്രിറ്റി കൂടി ജനിച്ചു കഴിഞ്ഞു. കണ്ട, ചേച്ചിയുടെ പ്രശസ്തിയില് ആ കളക്ടർ തകർന്നു പോയത് കണ്ട. ബാക്കി ഞാൻ ഏറ്റു. ഒറ്റ ദിവസം കൊണ്ട് ചേച്ചി വലിയ ആളായി പോയില്ലേ സാറേ? മോനിച്ച, അനുഗ്രഹിക്കണം. നമ്മുടെ പാർട്ടിയുടെ പ്രിയങ്കരനായ സ്ഥാപകൻ മോനിച്ചന്റെ ആത്മാവ് ഇപ്പോ സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസം കൊണ്ട് KPPയെ ഈ കൊല്ലങ്കാവ് പപ്പൻ ജനമനസ്സുകളിൽ എത്തിച്ചു. അടുത്ത ആഴ്ച ഞാൻ നോമിനേഷൻ കൊടുക്കും, സ്ഥാനാർത്ഥിയുമാകും. പറ്റില്ല, ഈ സീറ്റിൽ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ജോസഫ് സാറേ, സ്ഥാനാർത്ഥിയാകുന്ന ഞാനായിരിക്കും. പിന്നെ സ്ഥാനാർത്ഥിയാകും. എന്താ എനിക്ക് അല്ല സാറേ, എടോ കൊല്ലങ്കാവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യരാണ്, ഈ ഞാൻ ഉൾപ്പെടെ. പക്ഷേ നമ്മൾ ആരും നിന്നാ ജയിക്കാൻ പോകുന്നില്ല. ജോസഫ് സാറേ, മുന്നണി ആദ്യമായിട്ട് നമുക്കൊരു സീറ്റ് വെച്ച് നീട്ടിയിരിക്കുകയാണ്. ഈ ഒരു സീറ്റിൽ പാർട്ടി ജയിച്ചു കിട്ടിയാൽ അടുത്ത ഇലക്ഷൻ 5 സീറ്റ് കിട്ടും. നിർത്തിയാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരാളെ ഇപ്പൊ നമുക്കുള്ളൂ. അതാര്? ശ്യാമള വാസുദേവൻ. അത് കൊള്ളാം, അവരാകുമ്പോ ജയിക്കും. അതെ, താൻ കാരണം പബ്ലിക് ഫിഗറായി മാറിയ ശ്യാമളയെ നിർത്തിയാൽ കുടുംബ വോട്ട് മൊത്തം അവർക്ക് കിട്ടും. പറ്റില്ല, അവരെ കൊണ്ട് എന്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടി ഞാൻ കാണിച്ച അടവാണ്. ഞാൻ സമ്മതിക്കില്ല. താൻ സമ്മതിക്കണ്ട, ഞങ്ങൾ തീരുമാനിക്കാൻ പോവാ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശ്യാമളയാണ്.